Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഒരു പ്രൈം സാമ്പത്തിക സഹകാരിയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് ചെമ്പനാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഷാമ്മ തോമസ് ഫ്രം കാലിഫോർണിയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, തൻ്റെ ക്യാൻസറിൽ നിന്ന് ബ്രദർ തോമസിന് പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭാര്യ ശോശാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കർത്താവെ നീ, തൻ്റെ ഹിപ്പ്, തൻ്റെ സ്റ്റൊമക്ക്, തൻ്റെ ബാക്ക് പെയിൻ എല്ലാ ഭാഗത്തും സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, അത്ഭുതകരമായ വിധത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. തങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവനാമത്തിനു വേണ്ടി ഈ കുടുംബം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, അത് നീ നന്മയാക്കി കണക്കാക്കി നീ കുടുംബത്തെ ഓർക്കണമേ കർത്താവേ. ബ്രദർ തോമസിനെ അങ്ങ് ഓർക്കണമേ കർത്താവേ, അങ്ങ് ഓർക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താൻ ചെയ്തിട്ടുള്ളത് ഓർക്കണമേ കർത്താവേ. തൻ്റെ ഓർമ്മയുടെ പുസ്തകത്തെ തുറന്ന് അദ്ദേഹത്തിന് വേണ്ടി നന്മകളും വഴികളും മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ സഹോദരനോട് തോമസ് അങ്കിൾ ആൻഡ് ശോശാമ്മ ആൻറ്റി പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. God is invisible, but through His creation sitting here, His invisible attributes have become visible to the world. ദൈവം അദൃശ്യനാണെങ്കിലും അവന്റെ സൃഷ്ടികളായിട്ടുള്ള നമ്മിൽ ഓരോരുത്തരിലും കൂടെ അവന്റെ അദൃശ്യമായ ഗുണവിശേഷങ്ങൾ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. Genesis chapter 1 verse number 26 and 27. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-27 വചനങ്ങൾ. Then God said, let's make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over the earth, and over every creeping thing that creeps on the earth. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. So God created man in His own image. In the image of God He created him. Male and female He created them. 27-ാമത്തെ വചനം ഇങ്ങനെ: ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Hallelujah. Hallelujah. Now listen to me. ദയവായി ശ്രദ്ധിച്ചാലും. Suppose you are a skillful sculptor. ഉദാഹരണമായിട്ട് നിങ്ങൾ വളരെയധികം കഴിവുള്ള ഒരു ശില്പിയാണെന്ന് കരുതുക. You made the form of a lion. നിങ്ങൾ ഒരു സിംഹത്തിന്റെ രൂപം കൊത്തിയെടുത്തു എന്ന് കരുതുക. Then you made the form of a tiger. അതിനുശേഷം ഒരു പുലിയുടെ രൂപം നിങ്ങൾ കൊത്തി. Then you made the form of a dog. അതിനുശേഷം ഒരു പട്ടിയുടെ രൂപം ഉണ്ടാക്കി. Then a donkey, then a cat. അതിനുശേഷം ഒരു കഴുതയെ ഉണ്ടാക്കി, ഒരു പൂച്ചയെ ഉണ്ടാക്കി. Then some birds, some reptiles. അതിനുശേഷം ചില പറവകളെയും ചില ഇഴജാതികളെയും ഉണ്ടാക്കി. One day you wanted to make another form, your own form. ഇനി അടുത്തൊരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രൂപം തന്നെ കൊത്തിയുണ്ടാക്കണമെന്ന്. So just like you have eyes,
you made the eyes. നിങ്ങളുടെ കണ്ണു പോലെ തന്നെയുള്ള കണ്ണുകൾ നിങ്ങൾ ഉണ്ടാക്കി. Just like your mouth, you made the mouth. നിങ്ങളുടെ വായ പോലുള്ള വായ ഉണ്ടാക്കി. Similar to your face, you made the face. നിങ്ങളുടെ മുഖം പോലെ തന്നെയുള്ള മുഖം ഉണ്ടാക്കി. Hair, neck, the body parts, everything similar to you. നിങ്ങളുടെ മുടി, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കി. Suppose you have power to give life to that image. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്വരൂപത്തിന് ജീവൻ കൊടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന് കരുതുക. You breathed life into the image and that figure came up. നിങ്ങൾ അതിന് ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വസ്തു അത് ജീവനുള്ളതായിട്ട് പുറത്തു വന്നു. Now you have the image of God standing in front of you. ഇപ്പോൾ നോക്കുക, Image of yourself standing in front of you. ഇപ്പോൾ നിങ്ങളുടെ സ്വരൂപം നിങ്ങളുടെ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. Similar nose, similar eyes, similar hair, similar mouth, everything similar. ഒരേപോലുള്ള കണ്ണ്, ഒരേപോലുള്ള മൂക്ക്, ഒരേപോലുള്ള മുടി, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. You cannot talk to lion, നിങ്ങൾക്ക് ഇപ്പോൾ ആ ഉണ്ടാക്കിയ സിംഹത്തോട് സംസാരിക്കാൻ not പറ്റില്ല, to tiger, പുലിയോടും പറ്റില്ല, not to any other being. നിങ്ങൾ ഉണ്ടാക്കിയ മറ്റ് മൃഗങ്ങളോടോ വസ്തുക്കളോടോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. But this form you can communicate with. എന്നാൽ ഈ ഒരു രൂപത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. Because it has your image. കാരണം ഇതിന് നിങ്ങളുടെ രൂപസാദൃശ്യമുണ്ട്. Similar feelings, similar thought patterns, everything similar. നിങ്ങളുടേത് പോലുള്ള വികാരങ്ങൾ, നിങ്ങളുടേത് പോലുള്ള ചിന്താഗതികൾ എല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സ്വരൂപത്തിനുള്ളത്. That is what God did on day 6 of creation in the Garden of Eden. ഇതാണ് ആ ഏദൻ തോട്ടത്തിൽ 6ാമത്തെ ദിവസം ദൈവം തമ്പുരാൻ ചെയ്ത കാര്യം. Hallelujah. Hallelujah. Do you know one more thing? ഒരു കാര്യം കൂടി അറിയാമോ? When God breathed his life into the nostrils of the form of Adam, ആദാമിന്റെ രൂപത്തിലേക്ക് ദൈവം ജീവനെ അവന്റെ മൂക്കിലൂടെ ശ്വാസം ഊതി വിട്ടപ്പോൾ the face of Adam and the face of God came face to face. അവിടെ ആദാമിന്റെ മുഖവും ദൈവത്തിന്റെ മുഖവും മുഖാമുഖമായി വന്നു നിന്നു. When God created lion, that did not happen. ദൈവം സിംഹത്തെ സൃഷ്ടിച്ചപ്പോൾ അത് സംഭവിച്ചില്ല. When God created tiger, that did not happen. പുലിയെ സൃഷ്ടിച്ചപ്പോൾ അത് സംഭവിച്ചില്ല. When God created birds, that did not happen. പറവകളെ സൃഷ്ടിച്ചപ്പോഴും സംഭവിച്ചില്ല. God just said, let there be so and so things. പകരം കർത്താവ് പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, ഉണ്ടാകട്ടെ, ഇന്നതിന്നതുപോലെ ഉണ്ടാകട്ടെ. But God never said, let there be man, let there be woman. He never said that. എന്നാൽ ഒരിക്കലും മനുഷ്യൻ ഉണ്ടാകട്ടെ, സ്ത്രീ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞില്ല. On the last day of creation, he came down and he gave a personal touch to man. എന്നാൽ സൃഷ്ടിപ്പിന്റെ അവസാനത്തെ ദിവസം അവൻ ഇറങ്ങി വന്ന് മനുഷ്യന്റെ മേൽ വ്യക്തിപരമായ ഒരു സ്പർശനം നടത്തി. Just like God was in his form, he modeled the man's body with his own hands. ഓർക്കുക, ദൈവത്തിന്റെ സ്വരൂപം എന്തായിരുന്നോ അതുപോലെ തന്നെയുള്ള ഒരു രൂപം അവന്റെ സ്വന്തം കൈകൊണ്ട് അവൻ മെനഞ്ഞുണ്ടാക്കി. That means his fingers went through all the parts, all the body parts of Adam. അതിന്റെ അർത്ഥം ഇതാണ്, അവന്റെ കൈവിരലുകൾ ആ ആദമിന്റെ ഓരോ ശരീരഭാഗങ്ങളിലൂടെ കയറിയിറങ്ങി. He never did that with any other creation. മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടിയിട്ടും അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടേയില്ല. The Bible does not say that angels were created like that. അങ്ങനെ മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നില്ല. But when God created man, he created them in his image and his likeness. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും കൈവിരലുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത് സൃഷ്ടിച്ചത്. In the image and likeness of God means in the resemblance of God. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിരൂപം, പ്രതിച്ഛായ എന്നാണ് അർത്ഥം. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ
ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. God bless you. More than the physical, we have the immaterial parts, soul and spirit, made in His image and likeness. ഇനി ഈ പുറമേയുള്ള ഭൗതികമായ ശരീരത്തെക്കാൾ അപ്പുറം അതിനകത്തുള്ള ആത്മാവും പ്രാണനും കൂടെ അവന്റെ കൈവിരലുകളാൽ സൃഷ്ടിക്കപ്പെട്ടു. Say hallelujah to God. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയും? Always remember one thing, man's creation was exceptional and special. ഓർക്കുക, എല്ലായ്പ്പോഴും ഒരു കാര്യം ഓർക്കുക, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് മറ്റെല്ലാത്തിനേക്കാളും വിഭിന്നവും അതിശയകരവുമായിരുന്നു. In His own image, when He made him, two faces came together. ഓർക്കുക, അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഇതാ രണ്ട് മുഖങ്ങൾ മുഖാമുഖമായി വന്നു. The Hebrew original word for prayer means face to face. പ്രാർത്ഥനയ്ക്ക് എബ്രായ ഭാഷയുടെ വാക്കിലെ യഥാർത്ഥ അർത്ഥം എന്നുള്ളത് മുഖാമുഖം എന്നുള്ളതാണ്. Whenever you pray, the same thing is happening. ഓർക്ക്, എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ അപ്പോഴൊക്കെ മുഖാമുഖമായുള്ള കാര്യമാണ് Just like സംഭവിക്കുന്നത്. the first man's countenance and God's countenance came together face to face, whenever we pray, we are coming face to face with our God. ഓർക്കുക, ആദ്യ മനുഷ്യനായ ആദാമിന്റെ മുഖത്തിനടുത്തേക്ക് സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുഖം അടുത്ത് ചേർന്ന് വന്നതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസി സമയം ചിലവഴിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തോട് നിങ്ങളുടെ മുഖം മുഖാമുഖമായി വരികയാണ്. Wow! When two faces are coming together, when God's face is coming together, His life breath we will inhale into our system. ഓർക്കുക, ഈ രണ്ട് മുഖങ്ങൾ ചേർന്ന് വരുമ്പോൾ, ഈ രണ്ട് മുഖങ്ങൾ മുഖാമുഖമായി വരുമ്പോൾ അവന്റെ ജീവശ്വാസം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അവൻ ഊതിവിടുകയാണ്. Hallelujah. Hallelujah. That's why we say prayer is taking the breath of God into our lives. അതുകൊണ്ടാണ് പ്രാർത്ഥന അത് നമുക്ക് ജീവശ്വാസമാണ് എന്ന് പറയപ്പെടുന്നത്. Then God said one more thing. ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. Exodus chapter 20 verse number 4 and 5. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. You shall not make yourself for yourself a carved image, any likeness of anything that is in heaven above, or that is in the earth beneath, or that is in the water under the earth. You shall not bow down to them nor serve them. For I, the Lord your God, am a jealous God, visiting the iniquity of the fathers upon the children to the third and fourth generations of those who hate me. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. 5-ാമത്തെ വചനം, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. God is saying, you should not make any other image. ദൈവം ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്.
You should not create any idol for yourself. നിങ്ങൾ ഒരിക്കലും ഒരു വിഗ്രഹവും നിങ്ങളായിട്ടുണ്ടാക്കരുത്. Romans chapter 1 verse number 22 and 23. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23. Professing to be wise, they became fools and changed the glory of the incorruptible God into an image made like corruptible man and birds and four-footed animals and creeping things. 22 ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. Shout a hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ Move your hands and shout hallelujah. അല്പം കൂടെ ശബ്ദമുയർത്തി. See, God is saying you should not make any other image. ദൈവം പറയുകയാണ് നിങ്ങൾ ഒന്നിന്റെയും രൂപമുണ്ടാക്കരുത്. Usually what man does is man does some guesswork and in his imagination he is making the form of God, the image of God. എന്നാൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയ മനുഷ്യൻ അവന്റെ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. And he worships that image. എന്നിട്ട് ആ രൂപത്തിന്റെ മുൻപിൽ പോയി ഇരുന്നിട്ട് അവൻ ആരാധിക്കുന്നു. But in the 10 commandments God specifically told that you should not make for yourself any image of God. എന്നാൽ 10 കൽപ്പനയും ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ യാതൊന്നിന്റെ വിഗ്രഹം രൂപം ഉണ്ടാക്കരുത്. Brothers and sisters, I have a question for you. Why did God command like that? എനിക്ക് സഹോദരന്മാരെ സഹോദരിമാരെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്? Any answer? എന്തെങ്കിലും ഉത്തരമുണ്ടോ? Give me any answer. എന്തെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ Why നൽകിയാൽ. did God command that we should not make any image of God? യാതൊന്നിന്റെ രൂപമുണ്ടാക്കരുത്, വിഗ്രഹമുണ്ടാക്കരുത് എന്ന് ദൈവം തമ്പുരാൻ പറയുവാൻ എന്തായിരുന്നു കാരണം? I will give you the answer. He has already made the image. ഞാൻ അതിന്റെ ഉത്തരം നൽകാം. കാരണം അവൻ തന്റെ സ്വരൂപം ഇതിനു മുന്നമേ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. You and me are the image bearers of God. ഓർക്കുക, നിങ്ങളും ഞാനുമാണ് ദൈവത്തിന്റെ സ്വരൂപവാഹകരെന്നുള്ളത്. Don't make any other image. മറ്റൊരു രൂപവും വിഗ്രഹവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. That is a crime before God. ദൈവത്തിന്റെ മുൻപാകെ അതൊരു കുറ്റകൃത്യമാണ്. Tell a neighbor, you are the image of God. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞ നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപമാണ്. Don't make any other image. എന്നിട്ട് അയാളോട് പറഞ്ഞ വേറൊരു സ്വരൂപം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലും ദൈവം കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ടാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആൻറ്റിക്ക് തൻ്റെ മകളുടെ ജനനത്തോടു കൂടെ ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപ് ആ ഡെലിവറിക്ക് ശേഷം ആൻറ്റിയുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുഴ ആൻറ്റി കണ്ടു. അത് ചെറിയൊരു മുഴയായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയതാണ്, അത് സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇത് ആദ്യം വളരെ ചെറുതായിരുന്നു, പിന്നെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, അങ്ങനെ 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയൊരു മുഴയായി മാറി. ആൻറ്റിക്ക് ഇത് പലപ്പോഴും ഡോക്ടേഴ്സിന് കാണിച്ചപ്പോൾ ഇതൊന്നും സാരമില്ല എന്ന് തന്നെ പറഞ്ഞെങ്കിലും ആൻറ്റിക്ക് വളരെ ഒരു പേടിയുണ്ടായിരുന്നു, ഇത് എന്തായിരിക്കും ഈ മുഴ വലുതാവാൻ കാരണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി ഏകദേശം കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ താൻ സ്ഥിരമായി കാണുവാൻ തുടങ്ങിയത്. അതിലൂടെയുള്ള രോഗസൗഖ്യങ്ങൾ കാണുമ്പോഴും അതിലൂടെയുള്ള പ്രാർത്ഥനകളുടെ നടുവിലും ആൻറ്റിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഈ മുഴ മാറിപ്പോകുമെന്ന്. ആൻറ്റി പറഞ്ഞത് എങ്ങനെയാ, ആൻറ്റി ടി വിയിലൂടെ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴയുള്ള ഭാഗത്ത് തൻ്റെ കരം വെച്ച് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, അങ്ങനെ കുറേയധികം ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആൻറ്റി പറയുന്നത് എങ്ങനെയാ, ഓരോ ദിവസത്തെയും പ്രാർത്ഥന കഴിയും തോറും ഇത് എങ്ങനെ വലുതായോ അതുപോലെ തന്നെ ഇത് ചെറുതാവാൻ തുടങ്ങി. ചെറുതായി 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 ഇപ്പോൾ തൻ്റെ വയറിൻ്റെ ഭാഗത്ത് ആ മുഴ ഇല്ല, ഒട്ടും തന്നെ ഇല്ല, പൂർണ്ണമായി മാറിപ്പോയി. ബ്ലെസ്സിങ് ടുഡേ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായ അനുഭവം അത് ചുരുങ്ങി എന്ന് പറഞ്ഞു. ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്, ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഉണ്ടായിരുന്നത് എത്രത്തോളം വലുപ്പം വരെ വന്നു? ഇത്രയും വലുപ്പം പുറത്തേക്ക് അറിയാമായിരുന്നോ? നല്ലോണം അറിയാമായിരുന്നു. ഇവിടെ ഇങ്ങനെ കൈവച്ചാൽ അറിയാമായിരുന്നു. ശരീരം ഉള്ളതുകൊണ്ട് ഇത്രയും അങ്ങ് വീർത്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ കുറഞ്ഞു വന്നത് ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥന കാണും, പ്രോഗ്രാമിലെല്ലാം സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ ഓരോ ദിവസം പോകും തോറും ചുരുങ്ങി ഒട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എത്ര നാൾ കൊണ്ടാണ് പൂർണ്ണമായി ഇല്ലാതായി പോയത്? 2 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട്. 2 വർഷം കൊണ്ട് ഇല്ല.
സാധാരണ അങ്ങനെ ഒരു മുഴ വന്നാൽ അത് കീറി എടുത്ത് കളഞ്ഞ് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ കർത്താവിൽ നിഷ്കളങ്കമായി വിശ്വസിച്ചതുകൊണ്ട് എങ്ങനെ അത് വലുതായി വന്നോ അങ്ങനെ തന്നെ അത് ചുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. രോഗങ്ങൾക്ക് വന്നതുപോലെ തന്നെ മടങ്ങിപ്പോകാനും അറിയാം. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കും. ആൻറ്റിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ആൻറ്റിക്ക് തൻ്റെ ലെഫ്റ്റ് സൈഡിലെ കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴുകുമായിരുന്നു. വെള്ളം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു അത് തിമിരമാണ് എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി 1 മാസത്തെ ഒരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് വന്നിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം, എന്തായാലും ഓപ്പറേഷൻ വേണമെന്ന് ഉറപ്പായി തന്നെ പറഞ്ഞു. കാരണം കാഴ്ച അതുപോലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു. ആൻറ്റി 10 ദിവസം ആ മരുന്ന് കഴിച്ചു. 10 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ആൻറ്റിയുടെ ഉള്ളിലൊരു തോന്നൽ, എൻ്റെ ആദ്യത്തെ ഈ മുഴ മാറിയത് TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇതും പ്രാർത്ഥനയിലൂടെ മാറിപ്പോവും. അതുകൊണ്ട് ആൻറ്റി ആരും പറഞ്ഞില്ല, ആരും ആൻറ്റിയെ നിർബന്ധിച്ചില്ല, സ്വയ തീരുമാനത്താൽ ആൻറ്റി തീരുമാനിച്ചു ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആൻറ്റി പറയാ ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, തിമിരമില്ല. ഒരനുഭവം ഉണ്ടായാൽ അടുത്തൊരാവശ്യത്തിനും വിശ്വസിക്കാം. ഒരു മുഴ മാറിയ അനുഭവം ഉള്ളതുകൊണ്ട് ആൻറ്റി പറഞ്ഞു അതേ യേശുവിന് ഈ പ്രശ്നം മാറ്റാൻ കഴിയും. ഒരിക്കൽ കർത്താവ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാവശ്യത്തിലും സഹായിക്കാൻ അവൻ ശക്തനാണ്. ഇനിയുണ്ടോ? ഉണ്ട് ആൻറ്റിക്ക് ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ കാല് ഇപ്പോഴും കാണാൻ സാധിക്കും. ആ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെയായിട്ട് സ്ഥിരമായി ഇങ്ങനെ ചൊറിയുമായിരുന്നു. ചൊറിഞ്ഞ് അത് പൊട്ടി വെള്ളം ഒലിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇതിങ്ങനെ വലിയ രീതിയിൽ ചൊറിച്ചിലും അതുപോലെ വെള്ളം ഒലിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് എത്ര നാൾ മുമ്പാണ്? 1 വർഷം കൊണ്ടുള്ളതാ. 1 വർഷം കൊണ്ട് ഇതുപോലെ. ഏത് കാലിലായിരുന്നു? ആ ഭാഗത്ത്, ആ പാട് കാണുന്ന ഭാഗത്ത്, ആ ഭാഗത്ത് ചൊറിഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മാസം ഡോക്ടറെ ചെന്ന് കണ്ട് മരുന്ന് വാങ്ങിച്ചു. 3 മാസം മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കി ഇതുപോലെ തന്നെ മരുന്ന് വാങ്ങിച്ചു. മരുന്ന് താൻ കഴിക്കണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും പക്ഷേ ആൻറ്റി പറയാണ് ഈ രോഗവിഷയത്തിന് വേണ്ടി ആൻറ്റി ആദ്യം പ്രാർത്ഥിച്ചൊന്നുമില്ലായിരുന്നു. പക്ഷേ ഷംസിസ്റ്ററാണെന്ന് തോന്നുന്നു ടിവിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ കാലിൻ്റെ പാദം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ആൻറ്റിക്ക് ഷോക്കായി. കാരണം തൻ്റെ അനുഭവം അതുപോലെ വിളിച്ചു പറയുന്നു. ആൻറ്റി ചാടി എഴുന്നേറ്റ് താൻ പ്രാർത്ഥിച്ചു. ആൻറ്റി പറയേ അതിനുശേഷം ആൻറ്റി ചൊറിഞ്ഞിട്ടില്ല. അന്നേ ദിവസം മുതൽ ആൻറ്റി ചൊറിഞ്ഞിട്ടില്ല. സത്യമാണോ ഒന്ന് പറഞ്ഞേ? ഈ പ്രാർത്ഥന കണ്ടു പറയുന്നത് കേട്ടു. പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷേമ സിസ്റ്റർ പാദസംബന്ധമായി പാദം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒലിക്കുന്ന സഹോദരിയെ കർത്താവ് കാണുന്നു. ആ സഹോദരിക്ക് സൗഖ്യം കൊടുക്കുവാന്ന്. അപ്പോൾ ഭർത്താവ് അടുത്തിരിപ്പുണ്ടായിരുന്നു. അണ്ണ ഇതെന്റെ കാര്യമാണല്ലോ പറയുന്നത് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റു തുള്ളിച്ചാടി. ഞാൻ തുള്ളിച്ചാടി. തുള്ളിച്ചാടി. പിന്നെ ഇന്ന് ആ മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. അവിടുന്ന് വാങ്ങി തന്നു. 1 മാസത്തേക്ക് ആ മരുന്ന് തന്നത്. കരിഞ്ഞുപോയി. ഇന്ന് വരെയും ചൊറിഞ്ഞിട്ടില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ അടുക്കലല്ല പ്രാർത്ഥിക്കുന്നത്. ബൈബിൾ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്, നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിൽ ആശ്രയിക്കുകയാണ്, യേശുവിൽ ആശ്രയിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മണി എന്നു പേരുള്ള ഒരു സഹോദരിയുടെ ശരീരത്തിലുള്ള മുഴകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ. ആ ഗ്രോത്തുകൾ ഈ സമയത്ത് അത് താഴേക്ക് താഴേക്ക് താഴേക്ക്
താഴ്ന്ന് അത് മാഞ്ഞു പോകട്ടെ. ഇപ്പോൾ പരിപൂർണ സൗഖ്യം ആ ശരീരത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നട്ടലിനകത്തുള്ള ചില പ്രശ്നമുള്ള രോഗികൾ ഈ സമയത്ത് വിശ്വാസത്തോടെ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും, ഒരുപക്ഷെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് സർജറി പറഞ്ഞു കാണുമായിരിക്കും, പക്ഷേ ആ സർജറികളെ മാറ്റുവാൻ യേശു കർത്താവ് ശക്തനാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ നട്ടലിനകത്തേക്ക് ശക്തി ഇറങ്ങി വരട്ടെ കർത്താവെ. ചില കുറവുകൾ പറയുന്നുണ്ടെങ്കിൽ ആ കുറവുകൾ പരിപൂർണമായി മാറട്ടെ. ചില വളർച്ചകൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വളർച്ചകളെ ഞാനിപ്പോൾ അവിടെ നിർത്തലാക്കുന്നു. ചില മുഴകൾ ഈ സമയത്ത് അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്തരത്തിലുള്ള ചില ക്യാൻസറുകൾ മാറിപ്പോകട്ടെ കർത്താവെ. ഓപ്പറേഷനുകളെ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ വായ്ക്കകത്തുനിന്ന് ബ്ലഡ് വന്നുകൊണ്ട്, ഒരു പക്ഷേ മോണയിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന രോഗികളായിരിക്കാം. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള രോഗികൾ കൂടെ സൗഖ്യമാകട്ടെ കർത്താവെ. ശ്വാസകോശത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. കരൾ മാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം, കരൾ മാറ്റി വെച്ചിട്ടുള്ളൊരു ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഇന്നും പരിപൂർണമായി അതിനകത്തേക്ക് ശരിയായ വിധത്തിൽ ആരോഗ്യം റിക്കവറി ചെയ്യാൻ സാധിക്കാത്ത ചില രോഗികൾ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ നടക്കുന്ന പരീക്ഷകളിൽ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കൂടിയിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ അവർ ഭംഗിയായി ആ പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്യട്ടെ കർത്താവെ. നല്ല രീതിയിൽ അത് എഴുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുന്നു, ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച പത്തനംതിട്ടയിലാണ് നടക്കുന്നത്. കടന്നു വരാനായിട്ട് മടിക്കരുത്. ഒരുപക്ഷെ ഏതൊക്കെ തിരക്കുകളുണ്ടെങ്കിൽ പോലും ആ മീറ്റിങ്ങിലേക്ക് വരിക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരിക. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ദയവായി ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുക. കാരണം ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും ഇത്തരം പ്രാർത്ഥനാ വിഷയങ്ങളുമായി വന്നിട്ടുള്ള പലരുടെയും കാര്യത്തിൽ അടുത്തൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നതിന് മുൻപ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകുകയാണ്. ശനിയാഴ്ച നെയ്യാറ്റിൻകരയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ദയവായി ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും അടുത്തുള്ള പ്രിയപ്പെട്ടവരോട് കടന്നു വരുവാനും സംബന്ധിക്കുവാനുമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.